കുട്ടിയുടെ മനസ്സ് കീഴടക്കുന്നു രോഹിത്. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, നമ്മുടെ ബാലചന്ദ്രൻ്റെ കഥകളെല്ലാം അങ്ങനെ കടപ്പാട്ടൂർ വീട്ടിൽ പാട്ടാവുന്നുണ്ട്. അതോടൊപ്പം തന്നെ കൊല്ലപ്പിള്ളിയിലും. അതായത് നമ്മുടെ ഗംഗേട്ടൻ്റെ വരവാണ് എല്ലാവരെയും ഞെട്ടിക്കുന്നതെന്ന് കാണാം. ശിവനും മനുവാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഗംഗേട്ടൻ്റെ വെളിപ്പെടുത്തലുകൾ കേട്ട് ഞെട്ടിത്തരിക്കുന്നുണ്ട്, കോരിത്തരിക്കുന്നുണ്ട്. അതായത് ബാലചന്ദ്രൻ തന്നെ കാണാൻ താൻ താമസിക്കുന്ന സ്ഥലത്ത് വന്നിരുന്നു എന്ന് പറഞ്ഞു തുടങ്ങി. ആ സ്റ്റാലിൻ്റെ നമ്മുടെ വൈജയന്തിയുമായിട്ട് അടുപ്പമുണ്ടായിരുന്ന അലീനയുടെ അച്ഛനെയാണ് ബാലചന്ദ്രൻ ഇപ്പോൾ തേടിക്കൊണ്ടിരിക്കുന്നത്, അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ഗംഗാധര മേനോൻ പറയുമ്പോൾ ശിവനാണെങ്കിൽ പറയുന്നുണ്ട്, ഈ ബാലചന്ദ്രൻ ഇത് എന്തിൻ്റെ കേടാണ്, എന്തിനാണ് ഇയാൾ ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ അന്വേഷിച്ച് പോകുന്നത് എന്ന് ചിന്തിക്കുന്നത് കാണാനായിട്ട് കഴിയും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ ഗംഗാധര മേനോനാണെങ്കിൽ പറയുന്നുണ്ട്, അയാൾക്കിപ്പോൾ പുതിയ ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. അതായത് അലീന കുറച്ച് നാൾ അമ്മയുടെ കൂടെ നിന്നല്ലോ, ഇനി കുറച്ച് നാൾ അച്ഛൻ്റെ കൂടെ നിൽക്കട്ടെ എന്നാണ് അയാൾ പറയുന്നത്. അയാൾ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ ഫാമിലിയെ ഒന്നും ബാലചന്ദ്രന് യാതൊരു വക വെക്കുന്നൊന്നുമില്ല. ബാലചന്ദ്രൻ അലീനയെ ഇപ്പോൾ സേഫായിട്ട് എത്തിക്കണം. അതിനുവേണ്ടി ബാലചന്ദ്രൻ ചെയ്യുന്ന ഒരു കളിയാണ് ഇത് എന്ന് പറയുന്നു. ഇതിലിപ്പോൾ ഞാൻ പറഞ്ഞിട്ടോ ശിവൻ പറഞ്ഞിട്ടോ മനു പറഞ്ഞോ അലീന പറഞ്ഞാലോ ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. തൻ്റെ ജീവിതം തകർത്തില്ലേ, ഇനിയിപ്പോൾ അവൻ്റെ ജീവിതവും തകരാണെങ്കിൽ തകരട്ടെ എന്നാണ് ഞാൻ പറഞ്ഞപ്പോൾ ബാലചന്ദ്രൻ പറഞ്ഞത് എന്ന് പറയുന്നു. അത് കേട്ടാൽ നമ്മുടെ ശിവനും മനുവാണെങ്കിൽ ആകെ ഷോക്കായി നിൽക്കുന്നുണ്ട്. ബാലചന്ദ്രൻ്റെ അപ്രതീക്ഷിത നീക്കമാണത് എന്ന് കാണാനായിട്ട് കഴിയും. ഇതിനിടയിൽ നമ്മുടെ രോഹിത് കൂടാതെ രേവതിക്കുട്ടി കോംബോ അങ്ങനെ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. അവർ തമ്മിലുള്ള ഒരു ബന്ധവും അടുപ്പവും ഒക്കെ കൂടി വരുന്നുണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. രേവതിക്കുട്ടിയുടെ മനസ്സ് രോഹിത് സുഖമായി തന്നെ കീഴടക്കുന്നുണ്ട് എന്ന് സാരം പ്രേക്ഷകരെ. അങ്ങനെ ആ രേവതിക്കുട്ടിയുടെ മനസ്സിൽ രോഹിത് ഇടം പിടിക്കുകയും തുടർന്ന് രോഹിത്തും രേവതിക്കുട്ടിയും തമ്മിലുള്ള ശത്രുത പാടെ ഇല്ലാതാവുകയും ചെയ്യുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കും. അവർ നല്ല ഫ്രണ്ട്സായി മാറുകയും തുടർന്ന് എന്തായാലും പ്രണയത്തിലേക്ക് പോകുമെന്ന് തന്നെയാണ് ഒരു 2 എപ്പിസോഡ് കണ്ടതിൽ വെച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. രേവതിക്കുട്ടിയുടെ മനസ്സ് രോഹിത് ബാലചന്ദ്രൻ തീർച്ചയായും കീഴടക്കി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് റിവ്യൂവും കാര്യങ്ങളും ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക.